ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി ബിരിയാണിയുടെ മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിരിയാണിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ബിരിയാണി തലശ്ശേരി ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. സാധാരണ ഗരം മസാലയല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാലയല്ല. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് പെരുംജീരകമാണ്. വലിയ ജീരകം എന്ന് പറയും, അത് 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെയുള്ളത് ഏലക്കായയാണ്. ഏത് ഏലക്കായ ആയാലും കുഴപ്പമില്ല, ഗ്രീൻ കളർ ആയാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല. ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് ജാതിപത്രിയാണ്, അത് 4 ജാതിക്കയുടെ പത്രി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, അത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ പട്ടയാണ്. പട്ട നമ്മളൊരു 4-5 കഷ്ണം, ഇത് ഈ വലുപ്പത്തിലുള്ളത് 1-2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറക്കുമ്പോൾ എളുപ്പം, ചൂടാവാൻ എളുപ്പമായിരിക്കും. പിന്നെ എടുക്കുന്നത് ബേ ലീഫാണ്. ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷെ തീരെ ചെറുതാണ്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. പിന്നെ ജാതിക്കയും ചെറുതാണ്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പൊട്ടിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് മല്ലിയാണ്. മല്ലി 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മല്ലി ഇല്ല എങ്കിൽ പൊടിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സാധാ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തക്കോലം 1 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ സ്റ്റാർ എന്നൊക്കെ പറയുന്ന സംഭവം. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് സമയം വറുത്തിട്ട് അതിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. മാത്രമല്ല, ഒരുപാട് സമയം വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം തന്നെ മാറിപ്പോവും. അപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുക. എല്ലായിടത്തും ഒന്ന് ചൂടെത്തണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ചൂടായിട്ട് കരിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലൊന്നും ആവരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഉണക്കമുളക് പൊടിക്കാത്തത് തന്നെ ഉണ്ടെങ്കിൽ അത് 2-3 ഇട്ട് കൊടുത്താൽ മതി. അത്ര മതി, 2 അല്ലെങ്കിൽ മാക്സിമം 3. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് ഇളക്കണം. ആ ചട്ടിക്ക് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ചൂടിൽ കിടന്ന് ആ മുളകും കൂടി ഒന്ന് ചൂടായിക്കോളും. മുളകാണ് ഇടുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി തുടക്കത്തിൽ. ഇപ്പോൾ എല്ലാം അങ്ങ് വറുത്ത് ചൂടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇതാ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക് ആ ടേസ്റ്റ് കൊടുക്കുന്ന ബിരിയാണി മസാല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ട് കഴിയണം അത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു മസാലയാണ് ശരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് ആ ബിരിയാണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബിരിയാണി വെക്കുമ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് ബിരിയാണി വെക്കുമ്പോൾ എടുക്കുക, ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം, 1 വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി നല്ല അടിപൊളിയാവും. ഇത് വെച്ചിട്ടൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്